അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകളുടെ ഒരു സംശയമാണ്. എല്ലാവരും ഒരുപാട് ഉസ്താദുമാരടുത്തും തങ്ങന്മാരടുത്തൊക്കെ അവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പറഞ്ഞു പോകുന്നവരാണ്. എല്ലാവർക്കും അറിയേണ്ടത് എൻ്റെ പ്രശ്നത്തിന്റെ പിന്നിലെ കാരണം എന്താണ്? കണ്ണേറാണോ, സിഹിറാണോ, ശൈത്താന്റെ ഷെറാണോ, മറ്റു വിഷയങ്ങളാണോ എന്നുള്ളതൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഒരു ഉസ്താദ് എൻ്റെ അടുക്കൽ വരികയും അദ്ദേഹം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. എങ്ങനെയാണ് താങ്കൾ ഇത് അറിയുക? ഒരാളുടെ വിഷയം എങ്ങനെയാണ് അറിയുക? പൊതുവെ എല്ലാവരും വന്നാൽ നമ്മൾ എന്തെങ്കിലും വിഷയം പറയുമ്പോത്തിന് അവരുടെ പേരും ഉമ്മാന്റെ പേരും പറയും. അങ്ങനെ പൊതുവെ എല്ലാ ഉസ്താദുമാരുടെ അടുക്കലും എന്താണ്, അവരുടെ പേരും ഉമ്മാന്റെ പേരും നോക്കിയിട്ടാണ് എന്താവുന്നത്, വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ ഒരു വിഷയത്തില് ഉമ്മാന്റെ പേര് വെച്ച് നോക്കിയിട്ട് ഒരു പരിപൂർണമായ രൂപം, ഒരു ഏകദേശം ഒരു ധാരണ കിട്ടുള്ളൂ, എന്താണ് ഉള്ളത് എന്നുള്ള ഒരു ധാരണ കിട്ടുള്ളൂ. അപ്പോൾ ഈ വ്യക്തി എന്നോട്, ഈ ഉസ്താദ് എന്നോട് ചോദിച്ചതാണ്, താങ്കൾ എങ്ങനെയാണ് ആ ഒരു പ്രശ്നം താങ്കൾ കണ്ടെത്തുന്നത്? അദ്ദേഹത്തിന്റെ ഒരു വിഷയം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ, ഒരു എറണാകുളത്തുള്ള ഒരു ഉസ്താദാണ്, അദ്ദേഹത്തിന്റെ ഒരു വിഷയം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ആശ്ചര്യമുണ്ടാവുകയും താങ്കൾ എങ്ങനെയാണ് അത് കണ്ടെത്തിയതെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പേരൊന്നും ചോദിച്ചിട്ടില്ലതാണ്. അപ്പൊ അദ്ദേഹത്തിന് വലിയ അത്ഭുതം. എല്ലാവരുടെ അടുക്കൽ പോയാലും ഉമ്മാന്റെ പേരും എൻ്റെ പേരൊക്കെ നോക്കിയിട്ടാണല്ലോ പറയുന്നത് എന്നാണ്. മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന അള്ളാഹു നൽകിയ വലിയൊരു അറിവാണ് ഇൽമുർ റംലി എന്ന് പറഞ്ഞാൽ. അതിനെക്കുറിച്ച് അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാവും. ഇൽമുർ റംലിലൂടെ ഏതൊരു മനുഷ്യന്റെ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം പറയാൻ കഴിയുമെന്നുള്ളതാണ്. ഏതൊരു മനുഷ്യന്റെ എന്ത് ചോദ്യം ആയിക്കൊള്ളട്ടെ, എന്ത് തരം ചോദ്യവും ആയിക്കൊള്ളട്ടെ, അതിന് മറുപടി പറയാൻ കഴിയും എന്നുള്ളതാണ്. ആ ഇൽമുർ റംലി വലിയ വിശാലമായൊരു ലോകമാണ്. ആയത്തിലിറങ്ങി പഠിക്കേണ്ട ഒരു ലോകമാണ്. അതിനെക്കുറിച്ച് അറിയുന്ന വളരെ ചുരുക്കം പേരെ ഉള്ളൂ. പലരും അത് ഹറാമായ രീതിയിലൂടെ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഇന്ന് അറബികളിൽ, മിസ്ർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ, അറബികളിൽ അതറിയുന്ന അഗ്രഗണ്യന്മാരുണ്ട്. കുറെ ആളുകളേറ്റവും എനിക്ക് ബന്ധമുണ്ട്. ഫേസ്ബുക്കുകളിൽ, സോഷ്യൽ മീഡിയകളിലൊക്കെ ഇതിന്റെ ഗ്രൂപ്പുകൾ കാണാം. ഫേസ്ബുക്ക് പോലത്തെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇൽമുർ റംലുമായി ബന്ധപ്പെട്ട ഒരേ അറബികളുടെ മറ്റു രാജ്യക്കാരൊക്കെയുള്ള ഗ്രൂപ്പുകൾ കാണാം. അപ്പൊ ഈ ഇൽമുർ റംലിലൂടെ നമുക്ക് ഏതൊരു മനുഷ്യന്റെ ആര് സിഹിർ ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എപ്പം ചെയ്തു എന്ന് സർവ്വതും പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഉസ്താദന്മാരോടൊക്കെ നിർദ്ദേശം, സിഹിറിന്റെ വിഷയത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ നോക്കുന്നത് തന്നെ ഒന്നാമത് വരുന്ന വ്യക്തിയുടെ പ്രശ്നം നമുക്ക് മനസ്സിലാക്കാനാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കാനല്ല. നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് പരിഹാരം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. സിഹിർ ആര് ചെയ്തു, എന്ത് ചെയ്തു എന്നും നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. ആരും അത് ചോദിച്ച് വിളിക്കുകയും വേണ്ട. അപ്പോൾ ഏതൊരു മനുഷ്യന്റെ ചോദ്യങ്ങൾക്കും മറുപടി കണ്ടെത്താൻ കഴിയുന്ന വലിയൊരു അറിവാണ്, ഇൽമാണ് ഇൽമുർ റംലി എന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ അടുത്ത് ഒരു വലിയൊരു കേസ് വന്നിരുന്നു. പെൺകുട്ടി വിവാഹം കഴിഞ്ഞ ഉടനെ ആ പെൺകുട്ടി മാനസികമായി വളരെ ഡിപ്രഷന്റെ ഒരു അവസ്ഥയിലേക്ക് പോവുകയും ശരീരത്തിൽ പലവിധ അസുഖങ്ങൾ ഉണ്ടാവുകയും മാനസികമായ ആ സഹോദരിക്ക് ഭർത്താവിനോട് അടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആ ചെറുപ്പക്കാരനും വലിയ സങ്കടമായി പോയി. കല്യാണം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ അവർ ത്വലാഖിലേക്ക് എത്തുകയും ആ പെൺകുട്ടി ഈ പുതിയാപ്ലയോട് കൂടി എനിക്ക് യോജിച്ചു പോവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ത്വലാഖിലേക്ക് എത്തുകയും ചെയ്തു. ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ വലിയ സങ്കടത്തിലായി. ആ പെൺകുട്ടിയുടെ അമ്മാവനാണ് എൻ്റെ അടുക്കലേക്ക് വന്നത്. ആ സഹോദരൻ എന്നോട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി ഇത് എന്തുകൊണ്ടാണ് ഈ കല്യാണം കഴിഞ്ഞ ഉടനെ 2 ദിവസത്തിനുള്ളിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുന്നത്, മാനസിക പ്രയാസങ്ങൾ വരുന്നത്, അവൾക്ക് ഭർത്താവിനോട് അടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒന്ന് ചോദിച്ചു. വല്ല ശൈത്താനിയ ഷെറും കുടുങ്ങിയതാണോ, പ്രയാസങ്ങൾ കുടുങ്ങിയതാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഇൽമുർ റംലിലൂടെയാണ് നമ്മളൊക്കെ നോക്കാറ്. അതിലൂടെ നോക്കിയപ്പോൾ മനസ്സിലായി, ഈ സഹോദരിയുടെ ഈ വിവാഹത്തിലേക്ക് മറ്റൊരു സ്ത്രീയുടെ എതിർപ്പ്, അസൂയ വന്നിട്ടുണ്ട്. സ്ത്രീയാവട്ടെ, ഇവൾ വിവാഹം ചെയ്ത ഈ പുരുഷനുമായി ബന്ധമുള്ള സ്ത്രീയാണ്. അവരാദ്യം സ്നേഹത്തിലായിരുന്നു, അത് അങ്ങനെ ഒരു ബന്ധത്തിലൂടെ വന്ന ഒരു തടസ്സമാണ് എന്ന് അറിയിച്ചു കൊടുത്തു. അപ്പൊ സഹോദരി, ഈ അമ്മാവൻ ആ പെൺകുട്ടിയോട് ചോദിക്കുകയും പെൺകുട്ടി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞ ഉടനെ റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്ന് പെൺകുട്ടി അറിയിച്ചു. പിന്നെ അവർ വിശദമായി അന്വേഷിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരന്
മുൻപ് വിവാഹത്തിന്റെ മുമ്പ് ഒരു 4 വർഷം പോലെ ഒരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നെന്നും ആ ബന്ധം പിന്നെ വീട്ടുകാർ തമ്മിൽ വലിയ പ്രശ്നമായി അവസാനം ആ ബന്ധം തെറ്റിപ്പിരിഞ്ഞെന്നും പിന്നെയാണ് വിവാഹം നടക്കുന്നതെന്നൊക്കെ അവർ അറിയിക്കുകയും അവർക്കത് ബോധ്യപ്പെടുകയാണ്. അപ്പൊ അതിന് വേണ്ട പരിഹാരം കൃത്യമായി ചെയ്തപ്പോൾ അൽഹംദുലില്ലാ അതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ എന്താണ് പ്രശ്നങ്ങൾ എന്ന് അറിഞ്ഞാലേ കൃത്യമായി പരിഹാരം ചെയ്യാൻ എന്താവുള്ളൂ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പരിഹാരം ചെയ്താലേ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഏതൊരാളെ വിഷയം കണ്ടെത്താൻ പറ്റും. ഇപ്പോ ഉദാഹരണത്തിന് ഫേസ്ബുക്കിൽ കുറെ അന്യരാജ്യക്കാർ, അൾജീരിയ, ആഫ്രിക്ക, ഈജിപ്തിലെ അറബികളൊക്കെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്താണ് ഞങ്ങളെ വിഷയങ്ങൾ, എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത്. നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ട് നോക്കിയാൽ കാണാം. ഇതുപോലെ ഒരുപാട് ആളുകൾ, വിദേശത്തുള്ള അറബികളൊക്കെ അവരുടെ വിഷയങ്ങൾ ചോദിക്കുകയും നമ്മളതിന് മറുപടി കൊടുക്കുമ്പോൾ അവര് അത് സ്വഹീഹ്, അത് ഹക്കാണെന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അവർക്ക് തന്നെ ആശ്ചര്യമാണ്. കാരണം അറബികൾക്കൊക്കെ ഈ ഇൽമു റംലിന്റെ മഹത്വം അറിയാം, അതിന്റെ ക്വാളിറ്റി അറിയാം, അത് കൃത്യമായിരിക്കും എന്നുള്ളത് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പലരും അത് സ്വഹീഹാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നവരുണ്ട്. ഒരുപാട് മറ്റു രാജ്യക്കാരൊക്കെ നിരന്തരം ഫേസ്ബുക്കിലൂടെയും മറ്റൊക്കെ ഒരുപാട് വിഷയങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മുടെ സമയത്തിനനുസരിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഏത് വിഷയം നമുക്ക് എന്താവും ഈ ഇൽമു റംലിലൂടെ കണ്ടെത്താൻ കഴിയും. വലിയൊരു ലോകമാണ്. അങ്ങനെ നമ്മുടെ എന്ത് പ്രശ്നവും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് കൃത്യമായി മറുപടി കൊടുക്കാനും അതിന് വേണ്ട പരിഹാരം ചെയ്യാനും നമുക്ക് കഴിയും. ഇത് പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ കുറെ ആളുകൾക്ക് സംശയമുണ്ട്, തങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, വല്ല ജിന്നിന്റെ കഴിവാണോ? യാതൊരു ജിന്നിന്റെയോ യാതൊരു മറ്റു കഴിവുകളൊന്നുമല്ല. ഈ ഒരു ഇൽമു മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ വന്ന ഈ ഇൽമു റംൽ എന്ന് പറയുന്ന പവിത്രമായ ഇൽമ്, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ വിഷയങ്ങൾ കൃത്യമായിട്ട് ഏതൊരു ചോദ്യത്തിനും മറുപടി കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതറിയുന്നവർ വളരെ വിരളമാണ്. ഉസ്താദുമാര് പഠിപ്പിച്ചു തന്നതാണ്. അള്ളാഹു ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ഒരു സംശയം തീർത്തതാണ് ഈ വീഡിയോയിലൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.